ശ്രീ ഫക്രുദ്ദീൻ, ബംഗ്ലാദേശിൽ ഇപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നം നിൽക്കുന്നുണ്ട്. നേരത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനപ്പുറം അവിടുത്തെ പല പ്രശ്നങ്ങളുമാണ് ഉയർന്നു വരുന്നത്. ഒന്ന്, 1971 സ്വാതന്ത്ര്യ പ്രഖ്യാപനം. മുജീബർ റഹ്മാനെ തങ്ങളുടെ രാഷ്ട്രപിതാവ് എന്ന സ്ഥാനത്ത് നിന്ന് തന്നെ അവർ മാറ്റിയിരിക്കുകയാണ്. അത് പാഠപുസ്തകത്തിൽ നിന്ന് തന്നെ മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. ഭാവി തലമുറയുടെ മുമ്പിൽ നിന്ന് അങ്ങനെ ഒരു ചിത്രം ഇല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അത് വലിയൊരു അപകടത്തിലേക്കുള്ള പോക്കല്ലേ? ഇനി മലയാളത്തിൽ പറയുന്നത് അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കാന്ന് പറയും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ. ഇവന്മാർ ഈ പരനാറികളാണ് പാകിസ്ഥാൻ വാദത്തിൻ്റെ കാരണമായിട്ടുള്ള മുസ്ലിം ലീഗ് ഉണ്ടായത് ധാക്കയിൽ വെച്ചിട്ടാണ്. അതിന് പ്രധാനപ്പെട്ട നേതാവ് അവിടുത്തെ ധാക്കയിലെ നവാബായിരുന്നു. ഈ നാറികളാണ് ഇത് തുടങ്ങി വെച്ചത്. പഞ്ചാബിലേക്ക് പിന്നെയാണ് ഇതെത്തുന്നത്. ലേറ്റർ പഞ്ചാബിലെത്തുന്നത്. അപ്പം ഇവന്മാർ അന്ന് തൊട്ടേ ഈ പറയുന്ന ഇസ്ലാം മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. പക്ഷേ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി ചെന്നാൽ മുസ്ലിം എലീറ്റ് ഗ്ലോബലി ഇവന്മാർ അംഗീകരിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിം കലർപ്പുള്ള ബ്ലഡാണ്. അല്ലെ നമ്മളെ തങ്ങൾ ഫാമിലിയൊക്കെ പോലെ പുറത്തുനിന്നൊന്നും കല്യാണം കഴിക്കാതെ അങ്ങനെ നിൽക്കണം. അതൊന്നല്ലല്ലോ. ഈ ബംഗാളികളെ ഈ ഉണങ്ങിയ മാങ്ങ പോലുള്ള മോന്ത കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ടാണ്. അറബികൾ അങ്ങനെയല്ലോ. അറബികൾ നിങ്ങൾ കണ്ടില്ലേ? ഷെയ്ഖുമാരെ പാനക്കളി തങ്ങളെ കണ്ടിട്ടില്ലേ? കുമ്പളങ്ങ പോലുള്ള മോന്തയായിരിക്കും. പിന്നെയുള്ള കാട്ടറബികളുണ്ട്. അത് വേറെ രൂപ. കാട്ടറബികൾ അവരും അംഗീകരിക്കുന്നില്ല. ഇപ്പം മുഹമ്മദ് നബീനെ പറ്റി ഞങ്ങൾ പറയാമെന്ന് വെച്ചാൽ എന്താ പറയുക, മദ്രസകൾ നമ്മളെ പഠിപ്പിച്ചത് ചുവപ്പ് കലർന്ന് വെളുപ്പെന്ന് തോന്നാണ്. അപ്പോൾ ഒരു എലീറ്റ് കളർ. അപ്പോൾ തങ്ങന്മാരെ കണ്ടില്ലേ എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അന്നേ ബംഗ്ലാദേശിൻ്റെ ചരിത്രം അങ്ങനെയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഓക്കെ ശരി, ഇവന്മാർക്ക് ഇസ്ലാമിക രാജ്യം കിട്ടി, ഇന്ത്യ വിഭജിച്ച് കൊടുത്തു, ഇസ്ലാമിക രാജ്യം വന്നപ്പോൾ ഇവരുടെ സഹോദരന്മാരായിട്ടുള്ള പഞ്ചാബിലെ മുസ്ലിങ്ങൾ ഇവന്മാരോട് എന്താ ചെയ്ത്, ഇവന്മാരെ എല്ലാ രീതിയും ചൂഷണം ചെയ്യുകയും എന്നിട്ട് അവിടെ ഉറുദു അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇവരുടെ ഭാഷ ബംഗാളിയാണ്. അവിടെ നിന്നാണ് ഇവർ തിരിച്ച് ബംഗാളി എന്നുള്ള സത്വത്തിലേക്ക് പോകുന്നത്. ഇസ്ലാമിക സത്വം, മതപരമായ സത്യത്തെ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോഴാണ് അവർ പാകിസ്ഥാൻ വിഭാഗത്തിന് വേണ്ടി നിലവന്നത്. പാകിസ്ഥാൻ വന്ന് കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ബംഗാളിൽ അരി കഴിക്കും, പാകിസ്ഥാനികൾ പഞ്ചാബ് കഴിക്കും. ഇപ്പോൾ പഞ്ചാബല്ല എന്താ എൻ്റെ പേര്, പഞ്ചാബ് കഴിക്കുന്ന ആഹാരം ചപ്പാത്തി കഴിക്കും, ഗോതമ്പ് കഴിക്കും. ഇവിടുത്തുള്ള ആളുകൾ, പെണ്ണുങ്ങൾ സാരി ഉടുക്കും, ആണുങ്ങൾ വിഭവം പാളത്തോ അങ്ങനെ എന്തെങ്കിലും ധരിക്കും. അവിടെ ഉള്ളവന്മാർ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരേപോലെ ചുരിദാറും. പഞ്ചാബിലെ ഡ്രസ്സ് അറിയാമല്ലോ, ചുരിദാർ പോലുള്ള കുർത്ത കൈൻഡ് ഓഫ് ഡ്രസ്. അങ്ങനെ ഒരേ രീതിയിൽ ഇവർക്ക് പരസ്പരം ഇവർ കുറച്ചുകൂടി അബണ്ടൻ്റാണ്, എസ്പെഷ്യലി ഈ ബംഗാൾ ഏരിയ. ഈ പഞ്ചാബ് എന്ന് വെച്ചാൽ അത്ര അബണ്ടൻ്റ്, പഞ്ചാബിൻ്റെ ഒരു ഏരിയ കഴിഞ്ഞാൽ പാകിസ്ഥാൻ അത്ര അബണ്ടൻ്റ് ഒന്നല്ല, ഭയങ്കര ദാരിദ്ര്യം കഷ്ടപ്പാടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡർ, ഇറാനിയൻ ബോർഡർ. അപ്പം ആ രാജ്യം അവർ നേടിയെടുത്ത്, ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള രാജ്യം അവർ നേടിയെടുത്ത്, ആ പ്രദേശം നേടിയെടുത്ത് മതത്തിൻ്റെ പേരിലായിരുന്നു. മതം കൊണ്ട് കാര്യമില്ലാന്ന് മനസ്സിലായപ്പോഴാണ് ആളുകൾ രണ്ടാമത് പാകിസ്ഥാനെതിരെ ഫൈറ്റ് തുടങ്ങി. പാകിസ്ഥാനെതിരെ ഫൈറ്റ് തുടങ്ങിയപ്പോഴാണ് അവരുടെ ജനവിധി, അവിടെ നാട്ടിലെ ജനവിധി അംഗീകരിക്കാൻ പിന്നെ സുൽഫിക്കർ അലി ഭൂട്ടോ സമ്മതിച്ചില്ല. വെൻസ് ഭൂട്ടോയുടെ ഭർത്താവ്, പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇവരെ ബംഗാളി അസ്തിത്വത്തിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് ഇവന്മാർ അവിടെ അടിയുണ്ടാക്കിയപ്പോൾ പാകിസ്ഥാൻ വളരെ ബ്രൂട്ടലായിട്ട് ഇവന്മാരെ നേരിട്ടു. പാകിസ്ഥാൻ അവിടെ ഉറുദു അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു, ബംഗാളി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇവന്മാർ അവിടെ അടി തുടങ്ങിയതിന് ശേഷമാണ് നമ്മളെ ഗവൺമെൻറ് അതിൽ ഇടപെട്ടത്. കാരണം അവിടെ നിന്ന് ഹിന്ദുക്കളൊക്കെ അഭയാർത്ഥികളായിരിക്കും. കാരണം ഇവരുടെ മെയിൻ ടാർഗറ്റ് ഹിന്ദുക്കളായിരുന്നു. അന്ന് ഒരു ഏതാണ്ട് 20-26% ഹിന്ദുക്കളുണ്ട് അവിടെ. അപ്പോൾ അന്ന് ഋതികട്ടക്കിനെയൊക്കെ പോലുള്ള ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അഭയാർത്ഥികളായിട്ട് വരികയാണ്. ഈ അഭയാർത്ഥി പ്രവാഹം നമ്മുടെ രാജ്യത്തെ ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളതിൽ ഇടപെട്ടത്. നമുക്കിതിലേക്ക് പോയി ഇടപെടാൻ സമയമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അന്ന് നമ്മളെ സപ്പോർട്ട് കിട്ടിയോണ്ട് മാത്രമാണ് അന്ന് ആളുകൾ ഇപ്പോൾ ജീവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ പാകിസ്ഥാൻ കഴിഞ്ഞാൽ ബ്യൂട്ടലായി കൊന്നുകളായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല അവിടെ അരങ്ങേറായിരുന്നു. നമ്മളന്ന് സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് ആളുകളൊക്കെ അവിടെ ജീവിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ ഈ വർത്തമാനം പറയുന്നത്. ഇപ്പോൾ അവന് പിന്നെയും മതം തലയ്ക്ക് പിടിച്ചിട്ടുണ്ട്. എന്താണ് ഇവന് മതം തലയ്ക്ക് പിടിക്കാൻ കാരണം? ബംഗ്ലാദേശ് ഹ്യൂമൻ റൈറ്റ് ഇൻഡൈസസിലൊക്കെ ഇന്ത്യയെക്കാട്ടും നല്ല പെർഫോമൻസ് ആയിരുന്നു. ആരെ? ഈ പറയുന്ന
ജനാധിപത്യ ഗവൺമെൻറ്, അത് ഖാലിദാസിയ ആണെങ്കിലും ഷെയ്ഖ് ഹസീനയാണെങ്കിലും രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഇവന്മാർ ഇപ്പോൾ സൈന്യം അധികാരം പിടിച്ച് ഇന്ത്യയായിട്ടുള്ള ബന്ധം വഷളാക്കുകയും ചെയ്തു. അതോടുകൂടി തിന്നാനും കുടിക്കാനും കൂടി ഗതിയില്ല. തിന്നാനും കുടിക്കാനും കൂടി ഗതിയില്ലാത്ത ഈ സാഹചര്യത്തിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആകെപ്പാടുള്ള ഒരു ആശ്വാസം മതമാണ്. ആ മതം വികാരം ഉയർത്തിക്കൊണ്ട് വന്നുകൊണ്ട് ഈ നടന്ന കഴിഞ്ഞ സാത്താൻ്റെ വിപ്ലവം ഉണ്ടല്ലോ, ഈ സാത്താൻ്റെ വിപ്ലവത്തെ, ദജ്ജാലിൻ്റെ വിപ്ലവത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അവിടുത്തെ യൂനിസ് എന്നുള്ള പരനാഥയുടെ ഗവൺമെൻറ്. അതിൻ്റെ ഭാഗമാണിത്, ചരിത്രത്തെ മായ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ദജ്ജാലിനെ ഈ പറയുന്ന ഇസ്ലാമിസം എന്നുള്ള ദജ്ജാലും അവരുടെ കൂട്ടുള്ള സാത്താനായിട്ടുള്ള ഈ യൂനിസും കൂടിയിട്ടാണ് ഒരു ജനാധിപത്യ മതനിരപേക്ഷത ഭരണഘടനയിൽ ഇപ്പോൾ അതിൽ ഇസ്ലാമിക രാജ്യമാണ്, അപ്പോൾ പൊതുവെ മതനിരപേക്ഷമായിരുന്ന ആ ഒരു രാജ്യത്തെ ഇപ്പം പിന്നോട്ട് നടത്തുന്നത്. അധികം താമസിക്കാതെ അത് താലിബാനായി മാറും. നമ്മുടെ ഈസ്റ്റിലും ഒരു താലിബാൻ ഉണ്ടാവും, വെസ്റ്റിലും ഒരു താലിബാൻ ഉണ്ടാവും. പണ്ട് ഈസ്റ്റ് പാകിസ്ഥാൻ, പണ്ട് വെസ്റ്റ് പാകിസ്ഥാൻ, ആ സ്ഥിതിയിലേക്ക് പോകും. അന്നപ്പോൾ ഈ പറയുന്നതിനെ മാതിരിയുള്ള ഇവിടെയുള്ള ഈ ഇവമാരെ വലിയ വിപ്ലവകാരികളായി ചിത്രീകരിച്ച ആളുകളൊക്കെ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. ഇപ്പം ബംഗ്ലാദേശിൽ ഏറ്റവും പുതിയ ഇപ്പോൾ താലിബാൻ ഏറ്റവും പുതിയ കാര്യം അറിയാം, വീടുകൾക്ക് ജനൽ ഉണ്ടാകാൻ പാടില്ല. ആ പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആണുങ്ങൾ നോക്കും, ആണുങ്ങൾ പെണ്ണുങ്ങൾ നോക്കും. എന്നാൽ നിങ്ങൾ പെണ്ണുങ്ങളെ അങ്ങ് നിരോധിക്കടേ, എങ്കിലല്ലേ ഈ പ്രശ്നം വരുള്ളൂ. ഇപ്പോഴാണെങ്കിൽ പ്രസവിക്കാൻ പെണ്ണുങ്ങൾ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരുപാട് ഇതൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കാര്യം ചെയ്യും, പെണ്ണുങ്ങൾ ഇത്രയും നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ പെണ്ണുങ്ങളെ നിരോധിച്ചുകളാ. അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ വേറെ രാജ്യത്തേക്ക് കയറ്റി അയക്കി, അവരവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. ഞാൻ പറഞ്ഞ അഫ്ഗാനിസ്ഥാനെ പറ്റി. ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു സ്ഥിതി വരുന്നില്ലല്ലോ. അല്ല, ബംഗ്ലാദേശ് അങ്ങോട്ടല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജമാഅത്ത് ഇസ്ലാമിയാണ് വളരെ കൃത്യമായി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മതരാജ്യം ഉണ്ടാക്കിയത് അന്ന് ഇസ്ലാമിസ്റ്റുകളാണ്. അത് ജമാഅത്ത് ഇസ്ലാമി ഈ വിഭജനത്തിനെതിരായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി ബേസിക്കലി നമ്മളത് കൂടി മനസ്സിലാക്കണം. ഇന്ത്യ വിഭജിക്കണോ എന്ന് ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇന്ത്യ ഇങ്ങനെ തന്നെ നിൽക്കണം, എന്നിട്ട് ഇന്ത്യയെ ഇസ്ലാമിലൂടെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ജമാഅത്ത് ഇസ്ലാമി വാസ് എഗെയിൻസ്റ്റ് പാർട്ടീഷന് കാരണം ഇസ്ലാമിസ്റ്റുകളും വർഗീയവാദികളാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം ഇസ്ലാമിസ്റ്റുകളാണ്, പക്ഷെ അത് പാർട്ടീഷനെ അവർ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ മനസ്സ് പാർട്ടീഷൻ വന്നതിന് ശേഷം എന്ത് ചെയ്തു, അവർ പക്ക പാകിസ്ഥാനികളും ഇസ്ലാമിസ്റ്റുകളുമായി മാറി. അപ്പം ആ ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പം അവിടെ ഈ പറയുന്ന സാത്താൻ്റെ വിപ്ലവം ഉണ്ടാക്കിയത്, ദജ്ജാലിൻ്റെ വിപ്ലവം ഉണ്ടാക്കിയത്. ആ ദജ്ജാലിൻ്റെ വിപ്ലവത്തിലൂടെ അവിടെ അടുത്ത് ചരിത്രം മാറ്റി അനുഭവിക്കാൻ പോകുന്നത് അവർ തന്നെയാണ്, അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അനുഭവിക്കട്ടെ. മറ്റേ ടീച്ചറില്ലേ നമ്മളെ വനിതാ കമ്മീഷൻ്റെ ആ ടീച്ചർ, എന്താ ഒരു പേര്, CPM നേതാവ്, ടീച്ചർ പറഞ്ഞ പോലെയാണ്. പിന്നെ അനുഭവിക്കട്ടെ. ജോസഫൈൻ ടീച്ചർ പിന്നെ അനുഭവിച്ചു. അതാണ് അതിൽ പറയാനുള്ളത്. അല്ല, ഈ ഇത്തരത്തിലെ രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനമൊക്കെ എടുത്ത് മാറ്റുമ്പോൾ ഇന്ത്യക്ക് അതിനകത്തൊന്നും വലിയ ഇടപെടലൊന്നും നടത്താൻ കഴിയും. എന്ത് ചെയ്യാൻ ഒരു ആവേദന കാര്യമല്ലേ, നമ്മൾ ഇടപെട്ടിട്ടാണ് നമ്മൾ പണി മേടിക്കുക. നമ്മുടെ മണ്ണാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെ അഖണ്ഡ ഭാരതം ഇവിടെ മാത്രമൊന്നല്ല. RSSൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ തൊട്ട് സിംഗപ്പൂർ വരെയുള്ള പ്രദേശങ്ങൾ ഒരേ കൾച്ചറൽ ബെൽറ്റാണ്. അത് വിചാരിച്ചത് എല്ലാം കൂടി ഒരു ഇസ്ലാമിക സാമ്രാജ്യം പോലെ സാമ്രാജ്യം ഉണ്ടാക്കുന്ന ഒരു ഉദ്ദേശിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. RSSർക്ക് പിന്നെ നമ്മൾ പുറത്ത് കാണുമ്പോൾ നമ്മൾ ഈ മണ്ടത്തരം ഭയങ്കര അതൊരു വിഭാഗം മാത്രമാണ്. നല്ല ബുദ്ധിയുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നത്. എത്രയും ഭാഗങ്ങൾ കൂടി രാജ്യം ഉണ്ടാക്കാൻ പറ്റും, ഒന്നും പറ്റില്ല. പക്ഷെ അതൊരു കൾച്ചറൽ ബെൽറ്റാണ്. ആ കൾച്ചറൽ ബെൽറ്റിനെ റെസ്പെക്ട് ചെയ്യണം, അത് നിലനിർത്തണം. ആ കൾച്ചറലായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് മാത്രമാണ് അവർ പറയുന്നത് എനിക്ക് തോന്നുന്നത്. അത് ആളുകൾ വീരല്ലാണ്ട് പറയുന്നത്. അഫ്ഗാനിസ്ഥാൻ തൊട്ടിട്ട് പിന്നെ സിംഗപ്പൂർ വരെയുള്ള പ്രദേശങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് RSSൻ്റെ ലക്ഷ്യം. അതൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂടി ഇങ്ങോട്ട് കൂട്ടുക എന്നുള്ളത്, അഖണ്ഡ ഭാരതം കൂട്ടിയാൽ ഭയങ്കര തലവേദനയാണ്. ഉള്ള തീവ്രവാദികളെ നമ്മളെങ്ങനെയാണ് ഇവിടുന്ന് കഷ്ടപ്പെട്ടു കാശ്മീർ, അതൊരിക്കലും നടക്കുമോ? അല്ല, അതാണ് RSSൻ്റെ അജണ്ട. അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമൊണ്ട്. അതും അവർ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി നമ്മളെ ഒറ്റപ്പെടുത്തി ഈ ഉപരോധങ്ങളൊക്കെ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയും. രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ നാളുകളെ കൂടി അവർ സമാധാനം ഉണ്ടാവില്ല. ഇവിടെ കഷ്ടപ്പെട്ടാണ് പഞ്ചാബിലെയും നോർത്ത് ഈസ്റ്റിലേക്ക് തീവ്രവാദം ഒതുക്കിയത്. ഇവന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ പരിപാടി എന്നേക്ക് ഇവിടെ. പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അമ്മമാരായിട്ട് കമ്പനി കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ഏരിയയിലൊക്കെ അധികം കാലം വെക്കാതെ അമ്മമാരെ പാടായി എന്ന് വിചാരിക്കുന്നതല്ല. പിന്നെ ഈ അരാക്കൻ ആർമിയെ പോലുള്ള ചില സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഹിന്ദുക്കളുടെ കാര്യം സംരക്ഷിക്കുക, ആണെങ്കിൽ രാജ്യം ഉണ്ടാക്കുക, അതൊക്കെ നമുക്ക് പറ്റുള്ളൂ.
അതിന് അമേരിക്ക വിചാരിക്കണം. രാജ്യം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അമേരിക്ക സപ്പോർട്ട് ഉണ്ടെങ്കിൽ അമേരിക്ക അംഗീകരിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിന് റെലവൻസ് ഉള്ളൂ. അത്ര എളുപ്പമല്ല ഒന്നും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.